ഗൈസ് വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു ഹാഫ് kg ചോക്ലേറ്റ് കേക്കിൻ്റെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഏഞ്ചലിന് ബേക്കിംഗ് പഠിക്കണം എന്നൊരു മോഹം. എന്നാൽ ശരി നീ മുട്ട ബീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ബേബീനെ കൊണ്ട് ഫ്ലോർ ചെയ്യിപ്പിച്ചു. അപ്പം രണ്ടുപേരും ഒന്ന് പഠിച്ചു തുടങ്ങട്ടെ. പിന്നെ ബേബി ഓൾറെഡി നമ്മുടെ അസിസ്റ്റൻ്റ് ആയിരുന്നല്ലോ. അപ്പം എല്ലാം സെറ്റായി കഴിഞ്ഞപ്പോൾ ബേബി ടാപ്പ് ചെയ്യുവാണേ. അത് കഴിഞ്ഞ് ഞങ്ങൾ ബേക്ക് ചെയ്തെടുത്തു. ആ ബേക്ക് ചെയ്യാൻ വെച്ച സമയത്ത് തന്നെ നമ്മളെന്തെടുത്തു, ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു. കാരണം ചോക്ലേറ്റ് ഗനാശയും കാര്യങ്ങളൊക്കെ സെറ്റാക്കണമല്ലോ. അങ്ങനെ അവർ ബേക്ക് ചെയ്യാൻ വെച്ചു. അവർ പഠിക്കണമല്ലോ. അപ്പോൾ ഞാൻ ചോക്ലേറ്റ് ഗനാശയൊക്കെ ഒന്ന് സെറ്റാക്കി. ഇനി നമ്മൾ പിള്ളേരെ കൈ കടത്തത്തില്ല. കാരണം ബാക്കിയൊന്നും അവർക്ക് ഇപ്പോൾ പഠിപ്പിക്കാനുള്ളൊരു സമയമായിട്ടില്ല. അങ്ങനെ നമ്മൾ ചോക്ലേറ്റിൻ്റെ സിറപ്പ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ കേക്ക് വെറ്റ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ കറക്റ്റ് ആ ചോക്ലേറ്റ് കേക്കിൻ്റെ ആ ഒരു ആ ഫ്ലേവർ അങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഗനാഷ് നമ്മുടെ ക്രീം ബീറ്റ് ചെയ്തതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യുമ്പോഴത്തേക്കാണ് ചോക്ലേറ്റ് ക്രീം ആവുന്നത്. അങ്ങനെ ചോക്ലേറ്റ് ക്രീം വെച്ചിട്ട് നമ്മൾ ലെയർ ഫില്ല് ചെയ്തു കേട്ടോ. ലെയർ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചോക്ലേറ്റിൻ്റെ ഗനാഷ് നമ്മൾ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ ചോക്ലേറ്റ് ചിപ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം അത് ഓരോ പീസ് എടുക്കുമ്പോഴത്തേക്കും കസ്റ്റമർക്ക് ആ ഒരു ചോക്ലേറ്റിൻ്റെ ഫുൾ ഫ്ലേവർ കിട്ടണമെങ്കിൽ ചോക്ലേറ്റ് ചിപ്സും ഗനാഷയൊക്കെ നമ്മൾ നന്നായിട്ട് കൊടുക്കണം. അപ്പോൾ ആ ഓരോ ബൈറ്റിലും ആ ചോക്കോ ചിപ്സ് കടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഒരു സുഖമാണേ. സുഖം പോട്ടെ, ഒരു ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ക്രം കോട്ട് ചെയ്ത് ഫ്രീസറിൽ വെച്ചേക്കുവാണ്. കാരണം നമ്മൾ ഫൈനൽ കോട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതിലേക്ക് ചൂടാക്കിയ ഗനാശാണല്ലോ ഡ്രിപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഡ്രിപ്പ് കണക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്രീസ് ആവണം. ഇല്ലെങ്കിൽ ഡ്രിപ്പ് അങ്ങനെ നിൽക്കില്ല, ഒലിച്ചങ്ങ് പോരും കേട്ടോ. പിന്നെ നമ്മൾ ഫോണ്ടൻറ്റിലാണ് വിഷസ് എഴുതുന്നത്. അത് കഴിഞ്ഞ് ചെറിയൊരു ബോർഡർ ഡിസൈനും കൊടുത്ത് നമ്മൾ കേക്ക് സെറ്റാക്കണം. ഈ സെയിം ഡിസൈൻ തന്നെയാണ് താഴത്തെ ബോർഡറിലും കൊടുത്തേക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഷുഗർ ബീഡ്സൊക്കെ കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫോണ്ടൻറ്റിലാണല്ലോ വിഷസ് എഴുതിയേക്കുന്നത്, അതും കൂടി വെച്ച്. വളരെ സിമ്പിളാണ്, പക്ഷേ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലൊരു എലഗൻ ലുക്കാണ്. ഓതൻറ്റിക് ആയിട്ടുള്ള ആ ചോക്ലേറ്റ് കേക്കിൻ്റെ ആ ഒരു ലുക്കാണ് കേട്ടോ വന്നത്. നമുക്ക് കേക്ക് ഓർഡർ തന്നിരുന്നത് ആതിരയാണ്. രാവിലെ ഒരു 9-9:15 ആയപ്പോഴത്തേക്ക് ആതിര ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ഓർഡർ എടുത്തു, ബേക്ക് ചെയ്തു, എല്ലാം സെറ്റാക്കി. 4:45 ആയപ്പോൾ ആതിര വന്നു. ആതിരയുടെ പെർമിഷനോട് കൂടി കേട്ടോ ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.